ഹലോ, അപ്പം ഞാൻ നമുക്ക് ഇന്നൊരു ചെറിയൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും അറിയണ പോലെ തന്നെ നമ്മളുണ്ടാക്കും. അപ്പം 3 മണിയാവാറായി. കുഞ്ഞുങ്ങൾ ക്ലാസ് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇന്നിപ്പം മോനെ വാക്സിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പാൾ ഇങ്ങനെ കിടന്നു തുടങ്ങുക. വയ്യായറും കാര്യം കൊണ്ട് കാണില്ല, മരുന്നൊക്കെ വെച്ചിട്ട് കിടക്കുന്നത്. വേദന ഇപ്പം കാണില്ല, ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ വേദന ഉണ്ടോയെന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വേദന ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഈ പ്രാവശ്യം ഒരു ഇഞ്ചക്ഷനായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 2 ഉണ്ടായിരുന്നു. കാലിമ 2, കൈമ 1 അങ്ങനെയില്ല. അപ്പോൾ ഈ പ്രാവശ്യം കാലിമ 1 മാത്രം കുത്തിവെച്ചുള്ളൂ കേട്ടോ. അപ്പം സമയങ്ങളില്ല, നമുക്കന്ന് ഉണ്ടാക്കിയത്. ഇപ്പം നല്ല ഉറക്കത്തിലാണ്. അവൻ എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വക പരിപാടികളൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് അവൻ ഉറങ്ങുന്ന സമയം കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ തട്ടുകൂട്ട് പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാനുള്ള പരിപാടി. അപ്പോൾ നമ്മൾ ഇച്ചിരി തേങ്ങ, അത് അത്രയ്ക്കും ഇതായിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഇച്ചിരി തേങ്ങയിൽ ഈ വലിയ ജാറിട്ട് അരിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ച് വെച്ചിട്ടൊക്കെ നല്ലമാണ്. ഇതിൽ ജീരകമാണ് നമ്മളിട്ട് അരച്ച് വെച്ചിട്ട് കേട്ടോ. അപ്പം നമ്മൾ വേറെ പാത്രത്തിലേക്കൊന്നും പകർത്തണില്ല. നമുക്ക് ഈ ഇച്ചിരി ജാറിൽ തന്നെയാണ് നമ്മൾ ബാക്കിയിട്ട് സാധനങ്ങളുണ്ട്. പിന്നെ ഒരു പാത്രം കഴിഞ്ഞാൽ മതി, ഇച്ചിരി മടിയ പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ ഇനി വെറുതെ പാത്രങ്ങൾ തന്നെ കൂട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ തന്നെ അമൃതം പൊടി ഇടാം. അതേപോലത്തെ ഇതിൽ ലേശം ശർക്കരകൾ കൂട്ടിയിട്ടിട്ട് ഒന്ന് കലക്കി കൊണ്ടുവരാം. അപ്പം കണ്ട, അപ്പം നമുക്ക് അമൃതം പൊടി നമുക്ക് കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി, അതായത് മോൻ ഇപ്പം അംഗനവാടിയിലാണല്ലോ. അപ്പം അത് കാരണം നമുക്ക് കിട്ടില്ല. അംഗനവാടിയിൽ നിന്ന് കിട്ടും, എന്നിട്ട് തുറക്കാനും പറ്റില്ലല്ലോ. ഗോതമ്പ്, പിന്നെ ചെറുപയർ, ശർക്കര അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. പക്ഷെ അമൃതം പൊടി കിട്ടണില്ല. ഇനിയിപ്പോൾ ഉണ്ണിക്ക്, താഴെയുള്ള ഉണ്ണിക്ക് ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് അമൃതം പൊടി കിട്ടും. ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആ കുട്ടിയുടെ അമൃതം പൊടിയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം ആ കുട്ടി അവിടെ ഇല്ല, ആ കുട്ടിയുടെ അമ്മയുടെ വീട്ടിൽ പോയിക്കുക. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയുടെ അമൃതം പൊടി അവിടെ അത്ര ദിവസം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ചേട്ടൻ നിങ്ങൾ എടുത്തോളം പറഞ്ഞു. അപ്പോൾ നമ്മളതെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. ഞാൻ മേടിച്ച് ആണ് നമ്മളിപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാണ് അമൃതം പൊടി ആകുമ്പോൾ എല്ലാവരും കഴിക്കും. മധുരക്കൊള്ളാനും രസമുണ്ടാവും. അപ്പോൾ അത് തന്നെ കഴിച്ചോളും ചെയ്യും. പിന്നെ നമ്മൾ ഇവിടെ ചെറിയൊരു ഗിവ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിന്നർ നമ്മൾ നാളെ അനൗൺസ് ചെയ്യും. കാരണം നമ്മളത് ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നത് അത്ര വലിയ സുഖം തോന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാളെ അനൗൺസ് ചെയ്യട്ടെ വിന്നറെ. അപ്പോൾ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. നമ്മളിപ്പോൾ ഇത് പകുതി നമ്മളൊരു കലത്തപ്പം റെസിപ്പി നോക്കി, പക്ഷെ നമ്മൾ ചീറ്റിപ്പോയി. കലത്തപ്പം റെസിപ്പിയിൽ ചീറ്റിപ്പോയതല്ല, എനിക്ക് തോന്നുന്നു ഈ പൊടി ഇട്ടിട്ടാണോ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇച്ചിരി വെന്തിട്ടുണ്ട്, വെന്തായില്ല, ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി സമയം എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അടിഭാഗവും സൈഡൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ശരിക്കും കേക്ക് ഇത് തന്നെയായിരുന്നു കിട്ടി. പിള്ളേരത് കേക്ക് എന്ന് പറഞ്ഞ് മുറിച്ചുകൊണ്ട് നടക്കായിരുന്നു. വേറെ ആർക്കും വേണ്ടെങ്കിലും പിള്ളേർക്ക് എന്തോ അത് ഇഷ്ടപ്പെട്ടു. എൻ്റെ കലാവിരുദ്ധനെ അവർ തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, വീണ്ടും ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിന്ന് കാണാം കിണ്ണത്തപ്പം. ഇതേതപ്പായി മാറും എന്തോ, പക്ഷെ എന്നാലും കുഴപ്പമില്ല. കിണ്ണത്തിൽ വാരിയുള്ളത് ഇന്ന് കിണ്ണത്തപ്പമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി വിഷയം ഉണ്ടാവില്ല. അപ്പം നമുക്ക് ശർക്കര വേണം. അപ്പോൾ നമുക്ക് ശർക്കര എടുത്തുകൊണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ശർക്കര കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാര്യം നമ്മൾ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അത് എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ പോവില്ല. അങ്ങനെയാണ്. എന്താണ് മാറ്റാൻ നോക്കുമ്പോൾ മാറുന്നില്ല. ഇതിനൊരു പുരാണം പറയും, പക്ഷെ ഞാനതോട് പറയുന്നില്ലയോ. അങ്ങനെ ഒട്ടിരിക്കുക ആളുകൾക്ക് അറിയാൻ ചിലപ്പോൾ പറഞ്ഞു എനിക്കറിയിരിക്കാം, പക്ഷെ അത് പറയാൻ പാടില്ല. അതൊന്നും ഞാൻ പറയില്ല. അപ്പോൾ നമുക്ക് ഒരു ചെറിയ കഷ്ണം ചക്കരയിലല്ലോ ശർക്കര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ശർക്കരയിൽ നിറച്ച് പോകുമ്പോൾ തോന്നുന്നുണ്ട്. ശർക്കര തുറന്ന് വെച്ചിട്ടല്ല, ഇതിൻ്റെ എടുത്തതിൻ്റെ ബാക്കി ഇങ്ങനെ തുറന്ന് വെച്ചിട്ടാണെന്ന് അറിയില്ല. പാത്രം അടഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിത് ഇങ്ങനെ കത്തി കൊണ്ട് ഇതിങ്ങനെ ചിരണ്ടി ഇട്ട് കൊടുക്കാം. ചിരണ്ടി ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമുക്ക് അമൃതം പൊടി മധുരമാണ്, പക്ഷെ എന്നാലും ഇച്ചിരി എങ്കിലും മധുരം കൂടി ഉണ്ടായിക്കോട്ടെ. ഇച്ചിരി ശർക്കര, പഞ്ചസാര ഇട്ടാൽ മതിയായിരുന്നു. ഇത്ര കഷ്ടപ്പാടില്ലായിരുന്നു. പക്ഷെ പഞ്ചസാര എടുത്ത് ചിലപ്പോൾ നല്ല കൂട്ട് കിട്ടും. അതുവരെ നമുക്ക് ശർക്കര ഇഷ്ടമായി ഉണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ വെറുതെ ഇരുന്ന് കളയണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കിട്ടണം.
ചില നേരത്ത് വേഗം അരിയണം, ചില നേരത്ത് ഇച്ചിരി കട്ടി കൂടുള്ളൂ. എന്തായാലും ഇതൊക്കെ ഒരുമിച്ചാവാനുള്ള വെള്ളം അല്ലേ, ഇച്ചിരി വെള്ളം ചേർത്ത് അങ്ങോട്ട് ഇളക്കാൻ വേണ്ടി തോന്നില്ല. പിന്നെന്താണ് പിന്നെ പറയൂ. ഞാൻ പിന്നെ കൂടുതൽ ഞാൻ ഇങ്ങനെ വോയിസ് ഇടാറില്ല കേട്ടോ. ഞാൻ മറ്റോണാണ് വോയിസ് ഇടാറ്, അതായത് വോയിസ് അവറിൽ വോയിസ് കൊടുക്കാറാണ് പതിവ്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് കൂടുതൽ ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓൾറെഡി മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതെടുത്ത് അത് വെച്ചിട്ട് അതിൻ്റെ ക്ലിപ്പ് എടുത്ത് ഇച്ചിരി പണിയെടുക്കണമല്ലോ. അപ്പം അതിന് ഈ കൂട്ടത്തിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വേറെ ഇതിൻ്റെ ഉള്ളിൽ എഡിറ്റ് ചെയ്യാൻ നിൽക്കണമല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു എനിക്കിഷ്ടം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കുക്ക് ചെയ്യാനാണ് ഇഷ്ടം. കുക്ക് ചെയ്യാനല്ല അതിലുണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ചിലപ്പോൾ നല്ല ലെങ്ത് ഉണ്ടാവും വീഡിയോ, ക്ഷമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഇതിനുള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. കൂടുതലുള്ള ബെല്ലൈക്കണും കൂടി അടിച്ചങ്ങോട്ട് പൊട്ടിച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഇടുന്ന പുതിയ വീഡിയോസ് കാണാൻ പറ്റും. നമ്മൾ ലോങ് വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. ചെറിയ ചെറിയ വീഡിയോകളൊക്കെ തന്നെ നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം പിന്നെ ഇടും എന്തായാലും നമ്മൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഉപയോഗിക്കും. പക്ഷെ നമുക്ക് ഡേ ഇൻ മൈ ലൈഫും പിന്നെ അതേപോലത്തെ ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണമെന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ തന്നെ അത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും വേണം. പിന്നെ അങ്ങനെ സപ്പോർട്ടാണ് എല്ലാവരും. പക്ഷെ ഞാൻ ആർക്കും അങ്ങനെ ക്യാമറയുടെ മുമ്പിലേക്ക് വരാനായിട്ട് വലിയ ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ആരും കാണിച്ചു തരാനും പറ്റില്ലല്ലോ. പക്ഷെ എന്നാലും നമ്മളിടും. ചെറിയ അതൊക്കെ ഉണ്ടായിരുന്നോ. അപ്പം നമ്മളത് തിന്നും. നമ്മളെന്തെങ്കിലും ബാക്കി വെള്ളം ഒഴിക്കാം. വെള്ളം ഒന്നും ഉപയോഗിക്കാം. ഈ ചൂടത്ത് പിന്നെ ആകെ സീന. നിങ്ങളുടെ അവിടെയൊക്കെ ചൂടുണ്ടാവും. ഇതിപ്പോൾ പട്ടക്കാരില്ല, ഓടുവീടെന്നൊക്കെ പറയുന്നത്. പക്ഷെ രക്ഷയില്ല, ചൂടുണ്ടാവും. നല്ല ചൂട്, അത്യാവശ്യം നല്ല ചൂട് പിന്നെ നിൽക്കണം. പിന്നെ നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ വഴികളിൽ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു. നമ്മളിവിടുത്തെ പൂരം കാണുമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൂര സമയത്ത് വന്ന് നിൽക്കും. അത് കഴിഞ്ഞിട്ടൊരു സന്തോഷം കൂടി നമ്മൾ വീട്ടിലേക്ക് പോകും. ഇപ്പം നമ്മൾ താമസിക്കുന്നത് പൂരം നടക്കണ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഇതിൽ കൂടെ പരിപാടികളും എല്ലാം 6 മാസം നമുക്ക് പൂരത്തിൻ്റെ പരിപാടികളുണ്ട്. പൂരം തുടങ്ങി 6 മാസം 6 വരെ പരിപാടികളോ. അപ്പോൾ നമ്മൾ എല്ലാ പരിപാടികളും ഇത് കാണാം ഈ പ്രാവശ്യം. അത് തന്നെ കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മുടെ സ്വന്തം വീടൊന്നുമല്ല കേട്ടോ. ഇപ്പം നമ്മൾ റെൻറ്റിന് നിർത്തുന്ന വീടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇളക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇളക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിത് നേരെ ഒരു ഇഡ്ഡലി തട്ടിൽ കിണ്ണം വെച്ചിട്ട് അതിൽ ഇച്ചിരി നെയ്യ് പറ്റാം. ഇച്ചിരി ടേസ്റ്റ് ഉണ്ടാവും. നെയ്യ് പറ്റിയിട്ട് അതിൻ്റെ ഒപ്പം ഇത് പറ്റി നേരെ നമുക്ക് ഇഡ്ഡലി തട്ടി കയറ്റാം. ശർക്കര കിട്ടുക ഇതോ കാണാം. അപ്പം നമ്മൾ ഈ പാത്രത്തിൽ നമ്മളങ്ങനെ നെയ്യ് പറ്റി വെച്ചിട്ടുണ്ട്. നെയ്യ് നമ്മളിങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ പറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ശർക്കര കഴിക്കില്ലേ, ഞാൻ തരാം. ബാക്കി നമ്മൾ ഉള്ളത് ഇതേപോലെ തന്നെ കളയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് ചുറ്റിച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അങ്ങോട്ട് കൊണ്ടൊന്ന് ആക്കി കൊടുക്കുക. കാരണം ചിലതിൻ്റെ അടിഭാഗത്ത് ഇച്ചിരി നാളികേരം കിടക്കണ്ടായിരുന്നു. അതെന്താ അറിയാത്ത പോലെ നമ്മളങ്ങോട്ട് കൊണ്ടൊന്ന് ആക്കി കൊടുക്കും. ഇതൊന്നും ആരും ട്രൈ ചെയ്തിട്ടാ. കാരണം
ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഇതൊക്കെ എല്ലാം കൂടി കൂട്ടിയിട്ടിട്ട് അരച്ചാൽ മതി. നമ്മൾ അവിടെ ഇവിടെയൊക്കെ കിടക്കണോണ്ട് എന്തൊരു ഭംഗിക്കുറവ്. അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തെന്ന് മാത്രമേ. നമുക്ക് തട്ടിക്കൂട്ട് പണികൾ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ തട്ടിക്കൂട്ട് പണികൾ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതല്ല നോക്കാം. അപ്പം നമുക്ക് നേരെ ഇത് ഇഡ്ഡലി തട്ടിലേക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മൂടി കൊണ്ടൊന്ന് മൂടി കൊടുക്കാം. മൊത്തം മൂടണം. ചിലപ്പോൾ ജസ്റ്റ് നമുക്ക് തുറക്കാൻ ഇച്ചിരി പണിയാണ്. കാരണം അതിൻ്റെ മുകളിലത്തെ സംഭവം ഇവിടെ കിടക്കുന്ന ഒരു സംഭവം ഉണ്ടാവില്ലോ പിടിച്ച് തുറക്കാൻ, അതില്ല. അത് തന്നെ ഒരുപാട് നമ്മൾ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറക്കണമെങ്കിൽ നമ്മളിവിടെ കിടന്ന് നഷ്ടതരം മതി. അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് ചൂടാവില്ല. ഇനിയിപ്പോൾ ചൂടാവാൻ വേണ്ടി നമുക്ക് നോക്കിക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കണം കേട്ടോ. അപ്പം നമ്മളിനിപ്പോൾ അത് സാധാരണ നമ്മൾ ഇഡ്ഡലി തട്ടിലൊക്കെ ആവി ഇങ്ങനെ എന്താക്കണ പോലെ തന്നെ ആവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടേക്കാം. അപ്പം നമ്മളൊരു 10-15 മിനിറ്റ് കൂടെ എന്നിട്ട് 20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ ഒരു ആവി സെറ്റായി വരും. അപ്പം നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ഇത്തിരി ചൂടാറാണെങ്കിൽ ആറേലല്ലേ നമുക്ക് കറക്റ്റ് അളവ് ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അല്ലെങ്കിൽ പിന്നെ പൊട്ടി പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ സെറ്റാക്കാം. പിന്നെന്താ അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ പാചകത്തോട് ഇപ്പോൾ ഒരു വലിയ വീഡിയോ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സീ യു.